ഹായ്, ഈ ഇല നമുക്ക് ചെടികളിലും പച്ചക്കറികളിലും വളമായിട്ടും കീടനാശിനിയായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പം ഒരു 6-7 ഇല ഞാൻ ഇപ്പം അടർത്തിയെടുക്കുകയാണ്. കഴുകി വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് ഇത് നമ്മുടെ ഇടികല്ലിലിട്ടൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാൻ പോവാം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ പറയും ഇഞ്ചപ്പരുവെന്ന്. ആ ഇഞ്ചപ്പരുവത്തിൽ നമുക്കിതിനെ ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ലിറ്റർ വെള്ളം എടുക്കണം. ഇതിപ്പം ഞാൻ കറക്റ്റ് 1 ലിറ്റർ വെള്ളം അളന്ന് വച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇല ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ഇടണം. ഇത് നമ്മൾ കീടനാശിനിയായിട്ട് ഉപയോഗിക്കാനായിട്ടാണ്. ഇത് നമ്മൾ എന്നിട്ട് നന്നായിട്ടത് ഇളക്കിയിട്ട്, ഇതിപ്പം തലേദിവസമാണ് ചെയ്യുന്നത്, നന്നായിട്ട് ഇളക്കി മൂടി ഒരു ദിവസം നമുക്ക് വയ്ക്കാം. ഇതിപ്പം ഞാൻ എൻ്റെ റോസയിലാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിൻ്റെ തണ്ടെല്ലാം ഉണങ്ങി ഇലയൊക്കെ ചുരുണ്ട് വന്നിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കണ്ടിച്ച് കളഞ്ഞിട്ട് ഇത് കണ്ട പുളിച്ച് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ കലക്കി വെച്ചത്. വീണ്ടും 1 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഇലയിലും തണ്ടയിലും മണ്ണിനകത്തും എല്ലാം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ അടുത്തത് വളമായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് തന്നെ ഇതുപോലെ തന്നെ 6-7 ഇല എടുത്തു, ചതച്ചു, 1 ലിറ്റർ വെള്ളത്തിലിട്ടു, കലക്കി. ഇത് നമ്മൾ വയ്ക്കുന്നില്ല, നേരിട്ട് നന്നായിട്ട് പൂക്കാനും പച്ചക്കറികളാണ് കായ്ക്കാനും ഒക്കെ ഇത് നേരിട്ട് അന്നേരം തന്നെ വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. തലേദിവസം വയ്ക്കേണ്ട. എന്നിട്ട് നേരിട്ട് ചെടിയുടെ തണ്ടയിലും ചുവട്ടിലും എല്ലാം ഏതുതരം ചെടികൾക്കും ഉപയോഗിക്കാം. ആഴ്ചയിൽ 1 വീതം ഇങ്ങനെ ചെയ്താൽ മതി. എല്ലാത്തരം പ്രശ്നങ്ങൾക്കും പരിഹാരമാവും.